ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വരചരിതം. ശ്ലോകം 4. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വയി ത്രിലോകീ ഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. കഴിഞ്ഞ ശ്ലോകത്തില് ഋഷഭൻ എന്ന പേരില് അസാധാരണമായ ഗുണങ്ങളാലും പ്രഭാവത്താലും എല്ലാ ജനങ്ങൾക്കും സന്തോഷമുളവാക്കുന്നവനായിട്ട് ഭഗവാൻ അംശാവതാരമായി പിറന്നു. ഇനി ഋഷഭൻ യുവാവായി അതിനുശേഷമുള്ള നാഭിയുടെ ആ ചരിതം പറയാണ്. നാഭി എന്ന രാജാവ് ത്രിലോകീഭൃതി, ലോകത്രയം 3 ലോകങ്ങളും 14 ലോകങ്ങളും ഭൃതി ഭരിക്കുന്ന ത്വയി നിന്തിരുവടിയിൽ, അതായത് ഋഷഭനിൽ രാജ്യഭാരം നിധായ അർപ്പിച്ച് രാജാവാക്കിയിട്ട്, ഋഷഭനെ രാജാവാക്കിയിട്ട്, ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ഋഷഭനെ രാജാവാക്കിയിട്ട് മേരുദേവ്യാ സഖ, മേരുദേവിയോട് കൂടി തപോവനം പ്രാപ്യ, തപോവനത്തിൽ ചെന്ന്. ഋഷഭൻ യുവാവായി കഴിഞ്ഞപ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. രാജ്യഭാരം ഋഷഭനെ ഏൽപ്പിച്ചു. ഭഗവാന്റെ അംശാവതാരമാണ് 3 ലോകങ്ങളും, ഈ 14 ലോകങ്ങളും, 14 ലോകങ്ങളും ഭരിക്കുന്ന ആ ഭഗവാന്റെ അംശാവതാരമാണ് ഋഷഭൻ. അങ്ങനെയുള്ള ഋഷഭന്റെ അടുത്ത് രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് മേരുദേവിയോടുകൂടി, ഭാര്യയോടുകൂടി കാട്ടിൽ തപസ്സിനായിട്ട് പോയി. അവിടെ ചെന്ന് ഭവത് നിഷേവി, നിന്തിരുവടിയെ തന്നെ നല്ലവണ്ണം സേവിച്ച് ആനന്ദപദം, പരമാനന്ദമായിട്ടുള്ള ആ സ്ഥാനം, ആ ഭഗവാന്റെ ആ പദം, വൈകുണ്ഠം, ആ വൈകുണ്ഠത്തെ, തേ പദം, അത് നിന്തിരുവടിയുടെ ആ പദത്തെ ഗതക്കില പ്രാപിച്ചുവല്ലോ. ഭഗവാന്റെ ആ പദം, അതായത് ഇവിടെ മോക്ഷമാണ് ഉദ്ദേശിക്കുന്നത്, ആ മോക്ഷത്തെ പ്രാപിച്ചു എന്നർത്ഥം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.